إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ അടങ്ങിയ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയായ സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിക്കൊണ്ട് ഏറ്റവും ഉന്നതിയിൽ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടിയാണ് മനുഷ്യർ, അഥവാ നമ്മൾ ഓരോരുത്തരും. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവജാലങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ ഭൂമിയിൽ സൃഷ്ടികളായ മനുഷ്യരായ നമുക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി നൽകിയിരിക്കുന്നത്. പ്രകൃതിപരമായി കൊണ്ടുള്ള ഒട്ടനവധി സൃഷ്ടിപ്പുകൾ നമുക്ക് അനുഗ്രഹമായിക്കൊണ്ടും പരീക്ഷണമായിക്കൊണ്ടും സംവിധാനിച്ച് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, വായു, വെള്ളം, വെളിച്ചം, ചൂട്, തണുപ്പ്, കാറ്റ്, അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ. ചൂടധികമായാൽ മനുഷ്യനായ നമുക്ക് പരീക്ഷണമായി തീരും, നമുക്ക് സഹിക്കാൻ കഴിയാതെ വരും. തണുപ്പ് അതും അധികമായാൽ നമുക്ക് പ്രയാസകരമായി തീരും. എന്നാൽ പാകപ്പെട്ട രൂപത്തിലാണെങ്കിലോ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാറ്റ്, അതിശക്തമായ കാറ്റ് വീശിയാൽ നമുക്കത് പ്രയാസങ്ങളായി തീരും. എന്നാൽ അത് അനുഗ്രഹമായ രൂപത്തിൽ ആവശ്യമാണ് താനും. വെള്ളം, അത് ഏറ്റവും ആവശ്യമുള്ളൊരു സൃഷ്ടിപ്പാണ്. വെള്ളമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് പ്രയാസകരമാണ്, അല്ലേ? എന്നാൽ വെള്ളം കൂടിയാലോ അത് മനുഷ്യരായ നമുക്ക് പരീക്ഷണമാണ്, പ്രയാസകരമാണ്. ഇങ്ങനെ പ്രകൃതിപരമായി കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യരായ നമ്മളിലേക്ക് വരിക, അഥവാ നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന കാര്യങ്ങളിലേക്ക് വരിക. കാരണം ഏറ്റവും ആദ്യമായി കൊണ്ട് പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ചോദിക്കുന്ന ചില കാര്യങ്ങളുടെ പ്രധാനമായ ഭാഗം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഘടനയിലൂടെയാണ്. തണുപ്പ് നിനക്ക് തന്നില്ലേ, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കൂല, ചോദിക്കും, അത് അവസാനമായിരിക്കാം. എന്നാൽ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥയുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലാഹു തആല പറയുകയാണ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു തആല പറയുകയാണ്, എന്താ പറയുന്നത്? നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി. ഈ ഒരു വചനത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള 3 അവയവങ്ങളുണ്ട്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള അവയവങ്ങളാണ്. ഒന്ന്, ഹൃദയം എന്നുള്ളത്. ചിന്തിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും വിചാരിക്കുവാനും ഓടിക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഹൃദയം വേണം, അല്ലേ? ഒരു മനുഷ്യന്റെ
ശരീരം മുഴുവൻ ഇങ്ങനെ തല മുതൽ കാലിനടിവരെയുള്ള ഈ ശരീരം എടുത്ത് വെച്ചുകൊണ്ട് നോക്കുക. നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. കണ്ണുണ്ട്, കാതുണ്ട്, വായുണ്ട്, മൂക്കുണ്ട്, കൈകാലുകളൊക്കെയുണ്ട്. ശരീരം മൂടിപ്പതിഞ്ഞു നിൽക്കുന്ന തൊലിയുണ്ട്, വെളുത്തതും കറുത്തതും ഇരുനിറത്തിലുള്ളതും ഒക്കെയുണ്ട്. പക്ഷേ ആ ശരീരത്തിന് ഹൃദയമില്ല എങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഹൃദയമില്ലാത്തൊരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കാൻ അല്ലേ ഒരു പ്രയോജനവുമില്ല. കണ്ണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും കാണുന്നതിന് വേണ്ടി അള്ളാഹു എന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചെവി അല്ലേ? 3 അവയവങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല അവസാനമായി കൊണ്ട് പറഞ്ഞിടത്താണ് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി. ഇത്രയും പ്രായമായി നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? എത്രത്തോളം നന്ദി അള്ളാഹുവിനോട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും? എത്രത്തോളം? ഒന്ന് കൈവച്ചുകൊണ്ട്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് സ്വന്തം ആലോചിച്ചു നോക്കും. എനിക്ക് തന്ന കണ്ണിന്, എനിക്ക് തന്ന ചെവിക്ക്, എനിക്ക് തന്ന ഹൃദയത്തിന് ഞാൻ അള്ളാഹുവിനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു, നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു. ഈ കാണുന്ന ഈ ഭൂമിയുടെ ഈ അതിശയിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അതിന് സമയം കണ്ടെത്തുകയാണ് നമ്മുടെ ബാധ്യത. ഒരു മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കുന്ന മനുഷ്യന്റെ ബാധ്യത. കാരണം ഈ പറയുന്ന കണ്ണും, ഈ പറയുന്ന ചെവിയും, ഈ പറയുന്ന ഹൃദയവും നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നൊരു സമയം, സാഹചര്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിനക്ക് നൽകിയിട്ടുള്ള കാഴ്ച ശക്തിയുണ്ടല്ലോ, നിനക്ക് നൽകിയിട്ടുള്ള കേൾവി ശക്തിയുണ്ടല്ലോ, നിനക്ക് നൽകിയിട്ടുള്ള ഹൃദയമുണ്ടല്ലോ. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി എന്ന് അല്ലാഹു തആല പറഞ്ഞു വെച്ചു. ആ നന്ദിയുള്ളവരാകണമെങ്കിൽ ഈ പറയുന്ന ഓരോ അവയവങ്ങൾ കൊണ്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തൽ അനിവാര്യമാണ്, നിർബന്ധമാണ്, ഗൗരവമുള്ളതാണ്. ഇന്ന് വരെ, ഈ നിമിഷം വരെ ബുദ്ധിയും ബോധവും വിവേകവും ലഭിച്ച ആ നിമിഷം മുതൽക്ക് ഇങ്ങോട്ട്, അഥവാ തിരിച്ചറിവിന്റെ പ്രായം മുതൽ ഓരോ വസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി ഇന്ന ഇന്ന കാര്യങ്ങളാണെന്നുള്ള കൃത്യമായ അറിവ് നേടിയ ആ നിമിഷം മുതൽക്ക് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം വരെയുള്ള സമയങ്ങളിൽ ഈ കണ്ണുകൊണ്ട് കണ്ടതായ മുഴുവൻ നന്മതിന്മകളും, ഈ ചെവി കൊണ്ട് കേട്ടതായ മുഴുവൻ നന്മതിന്മകളും, ഹൃദയം കൊണ്ട് ചിന്തിച്ചതായ, വിചാരിച്ചതായ, ഊഹിച്ചതായ, അറിഞ്ഞതായ, മനസ്സിലാക്കിയതായ, വിലയിരുത്തിയതായ, വിചാരിച്ചതായ മുഴുവൻ കാര്യങ്ങളും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് മാറ്റിവെക്കൂല. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ. അഥവാ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ 3 അവയവങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് 1447 വർഷങ്ങൾക്കപ്പുറം
എഴുത്തും വായനയും അറിയാതിരുന്ന ഒരു അനാഥനായി വളർന്ന ബാലനെ പഠിപ്പിച്ചു കൊടുത്ത് ആ സമൂഹത്തെ പരിവർത്തനം നടത്തി ലോകാവസാനം വരേക്കും വരാനിരിക്കുന്ന മനുഷ്യർക്കിത് ഉൾക്കൊള്ളേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്, മരണം വരേക്കും എന്ന കൃത്യമായ പാഠം 6236 വരുന്ന ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തി തരുമ്പോ ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് എനിക്ക് മറുപടി പറയേണ്ടതായ കാര്യങ്ങൾ ഈ പറയുന്ന അവയവങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ എന്ന് ഒരു നിമിഷമൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചോദിച്ചു നോക്കൂ സ്വന്തമായി കൊണ്ട്, സഹോദരങ്ങളെ, സഹോദരിമാരെ. കാരണം അള്ളാഹു അങ്ങനെ സലഫി ആയതുകൊണ്ട്, മുജാഹിദ് ആയതുകൊണ്ട് നീ സ്വർഗത്തിൽ പോയിക്കോ എന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. അള്ളാഹു തന്ന ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹു തന്ന വായനാശീലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കണ്ണുകൊണ്ട് പരിശുദ്ധ ഖുർആനെ കണ്ടുകൊണ്ട് ആയത്തുകളെ വായിക്കുവാൻ വായയിലൂടെ അള്ളാഹു തആല നാവിന് നൽകിയ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. 3 അവയവങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു തആല പറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ചെവിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഈ ചെവിയും കണ്ണും, കാഴ്ചയില്ലാത്ത, ചെവി കേൾക്കാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ. അവർക്ക് അള്ളാഹുവിൻ്റെതായ തീരുമാനങ്ങളുണ്ട്, ഒരു പരിധിയുണ്ട്. എന്നാൽ ഇതിനൊക്കെ കഴിവുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതൊരു നിസാരമായ വചനമല്ല എന്ന് മനസ്സിലാക്കണം. സൂറത്തുൽ ഇസ്രാഇന്റെ വചനമാണ്. തീർന്നില്ല, നിർത്തിയില്ല. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയെന്ന് പറഞ്ഞല്ലോ. കൈകളുണ്ട്, കാലുകളുണ്ട്, അല്ലേ? അങ്ങനെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും ഖുർആനിലൂടെ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനത്തിലൂടെ നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം, ഈ ഭൂമിയിൽ ജീവിച്ച് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോയി പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അവിടെ വെച്ചുകൊണ്ട് സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്. ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. നേരത്തെ സൂചിപ്പിച്ചത് സൂറത്തുൽ ഇസ്രാഇന്റെ വചനമാണ് എങ്കിൽ ഈ വചനം സൂറത്തുൽ ഫുസ്സിലത്തിന്റെ വചനമാണ്. എന്താണ് ഈ വചനത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുന്നത്? ഹത്താ ഇദാ മാ ജാഊഹ, കൊണ്ടുവരപ്പെടും. എവിടെ? പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ടോ ഹത്താ ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം, അവരുടെ മേൽ സാക്ഷി പറയും. ആരാ സാക്ഷി പറയും? സമഉഹും, അവരുടെ കേൾവി ശക്തി അഥവാ ചെവി. വഅബ്സാറുഹും, അവരുടെ കാഴ്ച ശക്തി. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത, അങ്ങനെ ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? നമ്മുടെ ഈ ശരീരത്തെ മുഴുവനായി ഓരോ അവയവങ്ങളെയൊക്കെ മൂടിപ്പൊതിഞ്ഞ് നിൽക്കുന്ന ഈ തൊലി, അത് കറുത്തതായിക്കൊള്ളട്ടെ, ഇരുനിറത്തിലുള്ളതായിക്കൊള്ളട്ടെ, നല്ല വെളുത്ത് തുടുത്ത ചോര നിറമുള്ളതായിക്കൊള്ളട്ടെ, എല്ലാം അതും അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയും എന്നാ പറയുന്നത്. അവര് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചെടുത്ത് ഹൃദയത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത്, ഇവിടെ തൊലിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ ശരീരത്തെ മുഴുവനായി മൂടിപ്പൊതിഞ്ഞു നിൽക്കുന്ന ഈ തൊലി നാളെ മനുഷ്യൻ അനുകൂലമായും പ്രതികൂലമായും അല്ലാഹുവിന്റെ അടുക്കൽ സംസാരിക്കും, സാക്ഷി പറയുമെന്ന് പറയുമ്പോ
അത് വിശ്വസിക്കാൻ കുറച്ചൊരു പ്രയാസമാണല്ലേ. തൊലി സംസാരിക്കുക, തൊലി സാക്ഷി പറയുക, അങ്ങനൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഒരിക്കലും എന്ന് ചിന്തിച്ചു പോകും നമ്മൾ അല്ലേ. ആലോചിച്ച് നോക്ക്. അല്ലാഹു തആല പറയുകയാണ്, തുടർന്നുകൊണ്ട് പറയുന്ന രംഗം വരാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്താ പറയുന്നത്? وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء. അവിടെ വെച്ചുകൊണ്ട് പരലോകത്ത് ഒരുമിച്ച് കൂട്ടി ആ നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുന്ന ആ കുറ്റക്കാരായ കുറ്റവാളികളായ ആളുകൾ പറയുന്ന രംഗം, ചോദിക്കുന്ന രംഗം അല്ലാഹു തആല വിവരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വഖാലു ലിജുലൂദിഹിം, അവർ അവരുടെ തൊലികളോട് ചോദിക്കുകയാണ്, പറയുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് തൊലിയെ ഞങ്ങൾക്കെതിരിൽ നീ സാക്ഷി പറഞ്ഞത്? ആ സമയത്ത് നമ്മുടെ ഈ തൊലി സംസാരിച്ചു കൊണ്ട് മറുപടി പറയുന്നത് കൂടി അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനായ റബ്ബ് ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? കറുത്തതും ഇരുനിറത്തിലുള്ളതും വെളുത്തതുമായ മനുഷ്യന്റെ ശരീരത്തെ മുഴുവനായി മൂടിപ്പൊതിഞ്ഞു നിൽക്കുന്ന തൊലി നാളെ പരലോകത്ത് വെച്ച് സംസാരിച്ചുകൊണ്ട് മനുഷ്യനെതിരായിക്കൊണ്ട് അള്ളാഹുവിനോട് സാക്ഷി പറയുമെന്ന് പറയുമ്പോ അത് വിശ്വസിക്കേണ്ട ബാധ്യത കളങ്കമില്ലാത്ത ഹൃദയത്തിൽ അങ്ങേയറ്റം ദൃഢമായ വിശ്വാസമുള്ള ഒരു മനുഷ്യന് നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനസ്സിലാക്കണം. ഒരു പക്ഷേ യാസീൻ സൂറത്ത് നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ? ഒരു പരിധി വരെയൊക്കെ കാണാതെ അറിയാം. നമ്മൾ ഓതുന്നവരാണ്. ആ ഓതുന്ന സൂറത്ത് യാസീനിലെ ഒരു ആയത്തുണ്ട്. പരലോകത്ത് സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ഭൂമിയിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യർ പറയുന്നൊരു രംഗം അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു തആല വിവരിക്കുകയാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എത്ര കൃത്യമാണ് അല്ലാഹു തആല പറയുന്നത്. അവിടെ വെച്ച് അല്ലാഹു ചോദ്യം ചെയ്യുമ്പോൾ തങ്ങൾ അങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മനുഷ്യർ തർക്കിക്കും. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നതാണ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്നേ ദിവസം നിങ്ങളുടെ വായ ഞാൻ സീല് വെച്ച് കളയുകയാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ വായ ഞാൻ സീല് വെച്ച് കളയുകയാണ്. പിന്നെ അവിടെ വായ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ ആരാ സംസാരിക്കുന്നത്? നിങ്ങളുടെ കൈകളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും, നിങ്ങളുടെ കാലുകളെ കൊണ്ട് ഞാൻ സാക്ഷി പറയിപ്പിക്കും. ഇപ്പൊ എന്തായി? ഈ രണ്ട് കൈകൾ കൊണ്ട് ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അല്ലാഹുവിനോട് സംസാരിച്ചുകൊണ്ട് കൈ പറയും. ഈ രണ്ട് കാലുകൾ കൊണ്ട് ഈ ഭൂമിയിൽ എവിടെയൊക്കെ നടന്നു പോയിട്ടുണ്ടോ അത് മുഴുവനും കൃത്യമായി എണ്ണിപ്പറയും, അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയും. നിഷേധിക്കാൻ കഴിയുമോ? മാറ്റിവെക്കാൻ കഴിയുമോ? തള്ളിക്കളയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ ഒരു മനുഷ്യനായ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എണ്ണി എണ്ണി പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങളാണത്. രണ്ട് കൈയും രണ്ട് കാലും ഹൃദയവും തൊലിയും കണ്ണും കാതും വായയും അടക്കം നാവും അടക്കം അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായി മറുപടി പറയും, ചോദ്യത്തിന് ഉത്തരം നൽകും. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഈ ഓരോ അവയവങ്ങൾ കൊണ്ട് നാളേക്ക് വേണ്ടി പരലോകത്തേക്ക്
വിജയിക്കാൻ, സ്വർഗപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരും ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊന്ന് കണക്കെടുപ്പ് നടത്തണം, വിചാരണ നടത്തണം. പരിശുദ്ധമായ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആദ്യത്തെ 10 എത്രത്തോളം പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ദിവസത്തിൽ ചെയ്ത പുണ്യങ്ങൾക്ക് കൃത്യമായി നമുക്ക് ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം പറഞ്ഞുകൊണ്ട് നിർത്താം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഈ ആയത്ത് ആരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ടല്ല, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത്തഖുള്ള, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നത് എന്താ? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത്, ചെയ്തു വെച്ചിരിക്കുന്നത്, പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊന്ന് കണക്കെടുപ്പ് നടത്തി നോക്കും, ഒന്ന് ചിന്തിച്ച് നോക്കും, ഒന്ന് വിലയിരുത്തി നോക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയണം വത്തഖുള്ള, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഒരായത്തിൽ 2 തവണ അല്ലാഹു തആല അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് വിശ്വാസികളോടാണ് എന്ന് ചിന്തിക്കുക. അപ്പോ നാളേക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഈ അവയവങ്ങളെ കൊണ്ട്, മറ്റുള്ള കാര്യങ്ങളോട് നിൽക്കട്ടെ, ഈ അവയവങ്ങളെ കൊണ്ട് നാളെ വിജയിക്കാൻ, പരലോകത്ത് വിജയിച്ച സ്വർഗപ്രവേശനത്തിന് വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊന്ന് കണക്കെടുപ്പ് നടത്തി നോക്ക്, വിചാരണ നടത്തി നോക്ക് എന്ന് അല്ലാഹു തആലയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് രണ്ടാമതൊരിക്കൽ കൂടി സ്വന്തത്തോടുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തന്ന ഔദാര്യമായ അനുഗ്രഹമായ ഈ ജീവിതം അത് എത്രത്തോളം നന്മയിൽ അധിഷ്ഠിതമായി കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവരാണ് നാളെ പരലോകത്ത് വിജയിച്ച് സ്വർഗത്തോടെ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ഒരു വചനം, ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. പരലോകത്ത് ഒരുമിച്ച് കൂട്ടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കിതാബ്, ഭൂമിയിൽ പ്രവർത്തിച്ച ആ ഒരു രേഖ അല്ലാഹു തആല അവിടെ വെച്ച് നൽകും. ഏതു തരം പ്രവർത്തനങ്ങൾ ചെയ്തോളട്ടെ, ആ ഒരു രേഖ അവിടെ വെച്ച് നൽകും. മറ്റു പല ആയത്തുകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ രേഖ നൽകപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുകയാണ്, നിനക്കവിടെ കാണാം ആരെ? കുറ്റവാളികളായ ആളുകളുടെ ഒരവസ്ഥ, അവർ പേടിച്ചകണ്ട് നിൽക്കുന്ന ഒരവസ്ഥ നിനക്കവിടെ കാണാമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ ആ കുറ്റവാളികളായ ആളുകളുടെ ഒരു അവസ്ഥയാണ് വിവരിക്കുന്നത്. അവർ പറയുകയാണ്, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, എന്തൊരു കഷ്ടമാണിത്, ഈ ഗ്രന്ഥത്തിന്, ഈ രേഖയ്ക്ക് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതും വലുതുമായിട്ടുള്ള ഒന്നും വിട്ടുകളയാതെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുവല്ലോ.
കടുകുമണിയോളം തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു ഉള്ളത് എങ്കിൽ അതവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നല്ലോ എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് ഈ ഒരു വാക്ക് മാത്രം എടുത്തുകൊണ്ടാണ് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത്. നിനക്കവിടെ കാണാം, നീ ജീവിതത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ചെയ്തു പോന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നിന്റെ മുമ്പിൽ അവിടെ ഹാജരുള്ളതായിക്കൊണ്ട് നിനക്കവിടെ കാണാം. എവിടെ? പരലോകത്ത്. മനസ്സിലായില്ലേ? അപ്പോ ഒന്നും വിട്ടുകളയാതെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ നിമിഷം വരേക്ക് നമ്മൾ ചെയ്തു കൂട്ടുന്ന സകല പ്രവർത്തനങ്ങളും അള്ളാഹു അവിടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. ആധുനിക കാലഘട്ടത്തിൽ കൈകൊണ്ട് ഇങ്ങനെ നീക്കുന്ന ഫോണുകളൊക്കെ അല്ലേ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ, വില കൂടിയ ഫോണുകൾ. അള്ളാഹു അതുപോലെ അവിടെ ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരും. 25-ാം വയസ്സിൽ, 40-ാമത്തെ വയസ്സിൽ, 50-ാമത്തെ വയസ്സിൽ, 60-ാമത്തെ വയസ്സിൽ, 75-ാമത്തെ വയസ്സിൽ, ഇന്ന ദിവസം, ഇന്ന സമയത്ത്, ഇന്ന മിനിറ്റിൽ നീ ചെയ്തതായ പ്രവർത്തനങ്ങൾ ഇതാ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല കാണിച്ചു തരും. കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കേൾപ്പിച്ചു തരും. ഒന്നും വിട്ടുകളയില്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, നമുക്കറിഞ്ഞുകൂടാ ആരാണ് ആദ്യം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് എന്ന്. കൃത്യമായി ഒരിക്കലും നമുക്ക് കഴിയില്ല. ഞാൻ ഇന്ന ദിവസം, ഇന്ന സമയത്ത്, ഇന്ന മണിക്കൂറിൽ, ഇന്ന മിനിറ്റിൽ, ഇന്ന സെക്കൻഡിൽ, ഇന്നടത്ത് വെച്ച് മരിക്കുമെന്ന് ഒന്ന് എഴുതി വെക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? നമുക്ക്? ഒരിക്കലും നമ്മളത് ചെയ്യില്ല, അല്ലേ? എന്നാ അല്ലാഹു തആല കൃത്യമായി അത് നമ്മളോട് പറയുന്നുണ്ട്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഭൂമിയിൽ എവിടെ വെച്ച് എങ്ങനെയുള്ള മരണമാണ്, ഏത് രൂപത്തിലുള്ള മരണമാണ് നിനക്ക് വരാനിരിക്കുന്നത്, സംഭവിക്കാനിരിക്കുന്നത് എന്ന് നിനക്കറിഞ്ഞുകൂടാ. വമാ തദ്രി, നിനക്കറിഞ്ഞുകൂടാ എന്ന് അല്ലാഹു തആല കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി തന്നെ ഈ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് ഇനിയുള്ള നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി നന്മകൾ ചെയ്യാൻ. കാരണം എന്താണെന്നറിയോ? നമ്മുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോരുത്തരും നമ്മളെ വിട്ടുപോവുകയാണ്. പ്രായപരിധി ഇല്ല എന്നുള്ളതിന് കൂടി തെളിവുകൾ 2-3 എണ്ണമുണ്ട് സഹോദരങ്ങളെ. ഇന്നലെ നമ്മുടെ ഒരു സഹോദരൻ, ഈലാഫിൻ്റെ വളണ്ടിയറായി പ്രവർത്തിക്കുന്ന ISMൻ്റെ പ്രവർത്തകൻ, MSMൻ്റെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരൻ, അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ പുഴയിലേക്ക് ഇറങ്ങാനും ആ പുഴയിൽ മുങ്ങി മരിക്കുവാനും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അല്ലാഹു തആല ആ ചെറുപ്പക്കാരൻ, ആ സഹോദരനെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടി ചോദ്യം ചെയ്യപ്പെട്ട് വിചാരണക്കൊടുവിൽ അള്ളാഹുവിൻ്റെ ആ സ്വർഗ്ഗത്തോപ്പിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവനെയും നമ്മളെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ രോഗശയ്യയിലാണ്, ചെറിയൊരു പ്രയാസമുണ്ടായി. അവർക്കും അല്ലാഹു തആല എല്ലാം സുഖപ്പെടുത്തി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാ രോഗങ്ങളും മറ്റ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അല്ലാഹു തആല അതെല്ലാം ദൂരീകരിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ മതത്തിൻ്റെ അനുയായികളായിക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനായി മുസ്ലിമായി ജീവിക്കുന്നതിന് വേണ്ടി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരെയും നമ്മളെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി രോഗങ്ങൾ കൊണ്ടും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അതെല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അല്ലാഹു തആല അതെല്ലാം നേരിട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മനക്കരുത്ത് അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد